പീരിയഡ്സിന്റെ പെയിന് ഈ 5 രോഗങ്ങളുടെ ലക്ഷണമാണെന്ന് അറിയാമോ? പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിന് മുന്നേ ഇതൊന്ന് കേട്ടു നോക്കൂ. അതെ, എല്ലാ പീരിയഡ്സ് പെയിനും സാധാരണമല്ല. മെൻസസിന്റെ സമയത്ത് ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവും. എന്നാൽ പെയിൻ കാരണം സ്കൂളിലോ ജോലിക്കോ പോവാൻ കഴിയുന്നില്ല, എല്ലാ മാസവും പെയിൻ കില്ലർ ഇല്ലാതെ കഴിയുന്നില്ല, അതുപോലെ ഇതിന്റെ കൂടെ അമിതമായിട്ട് ബ്ലീഡിങ്, വോമിറ്റിങ്, തലകറക്കം എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണ പീരിയഡ്സ് പെയിൻ മാത്രമല്ല. അതിനു പിന്നിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ്, അഡിനോമയോസിസ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ചില ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് പെയിൻ കില്ലർ കഴിക്കുന്നത് നിങ്ങളുടെ ആക്ച്വൽ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആവും. അതുപോലെ ചിലരിൽ ഇത് വയറിൽ അൾസർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ ഒക്കെ ദോഷമായി ബാധിക്കുകയും ഓവർ ബ്ലീഡിങ് വരെ ഉണ്ടാക്കുകയും ചെയ്യും. ഹോമിയോപ്പതിയിലൂടെ നിങ്ങളുടെ സിംറ്റംസും പെയിനിന്റെയും ബ്ലീഡിങ്ങിന്റെയും ഒക്കെ സിംറ്റംസും അതിനു പുറമെ പേഷ്യന്റിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷനും നോക്കിയിട്ടാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എല്ലാ മാസവും പെയിൻ കില്ലർ കഴിച്ചിട്ട് പെയിന് സപ്രസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കാരണം മനസ്സിലാക്കി ചികിത്സിക്കുക. സ്ഥിരമായിട്ട് പെയിൻ കില്ലർ വാങ്ങി കഴിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.